കേരളത്തിലെ കപ്പൽ നിർമ്മാണ പദ്ധതിയിൽ നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവകാശവാദത്തെ തള്ളി ടാറ്റ. പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്നാണ് ടാറ്റയുടെ ഔദ്യോഗിക പ്രതികരണം. ടാറ്റയ്ക്ക് അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്നും മുഖ്യമന്ത്രിയുടെ അവകാശം തെറ്റെന്നും ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കി. കേരളത്തിൽ ടാറ്റ ഗ്രൂപ്പ് കപ്പൽ നിർമ്മാണ കമ്പനിക്കായി കോടികളുടെ നിക്ഷേപം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന കള്ളമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ പ്രസ്താവനയെ അപ്പാടെ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ട് അമ്പരന്നുവെന്നും 10,000 കോടി രൂപ നിക്ഷേപിക്കുന്നുവെന്ന് പറഞ്ഞിട്ടില്ലെന്നും ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു. കേരളത്തിലോ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തോ അത്തരമൊരു നിർദ്ദേശമോ പദ്ധതിയോ കമ്പനി പരിഗണിക്കുന്നില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റാർക്കും അറിയാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് അറിയാമെന്നത് അത്ഭുതമാണെന്നും ടാറ്റ ഗ്രൂപ്പ് പരിഹസിച്ചു. ദേശീയ മാധ്യമമായ എക്കണോമിക്സ് ടൈംസിലൂടെയാണ് ടാറ്റ ഗ്രൂപ്പ് അധികൃതർ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. എന്റെ ശ്രദ്ധയിലും അത് വന്നു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം. പക്ഷെ ഞാനിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കമന്റിലേക്ക് പോകുന്നില്ല. ഏതാണ് വസ്തുത എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഏതായാലും ടാറ്റ അറിഞ്ഞുകൊണ്ടൊരു കാര്യം വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ വന്നതായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം പറയാം. സംസ്ഥാനത്തെ കടലുമായി ബന്ധപ്പെട്ട വാണിജ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിഴിഞ്ഞത്തിന് പിന്നാലെ സംസ്ഥാനത്തെ കടലുമായി ബന്ധപ്പെട്ട വാണിജ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കപ്പൽ നിർമ്മാണശാലയ്ക്കായി ടാറ്റ കമ്പനി 10,000 കോടി രൂപ നിക്ഷേപം നടത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ജനം, തിരുവനന്തപുരം.